ബിസ്ക്കറ്റ്സ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റായ നാൻഖട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 16th സെഞ്ച്വറിയിൽ സൂരത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ നാൻഖട്ട ഒറിജിനേറ്റ് ആയത്. അവിടെ ഡച്ചുകാരുടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. എന്നിട്ട് ഡച്ചുകാർ ഇന്ത്യ വിട്ടു പോകേണ്ട സാഹചര്യം വന്നപ്പോഴേക്കും അവർ ആ ബേക്കറി ഒരു ഇറാനിയൻ ആൾക്ക് വിൽക്കുകയും ചെയ്തു. അയാളുടെ ബിസിനസ് സേവ് ചെയ്യാനായിട്ട് അയാൾ അവിടുത്തെ ബ്രെഡൊക്കെ ഡ്രൈ ചെയ്ത് ലോ കോസ്റ്റിൽ വിൽക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ബ്രെഡൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ അയാൾ ബ്രെഡ് വെച്ച് കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുകയും അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്താണ് അയാൾ നാൻഖട്ട കണ്ടുപിടിക്കുന്നത് എന്നാണ് ഞാൻ വിക്കിപീഡിയയിൽ നിന്നും മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനിനി അധികം സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ നാൻഖട്ട റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് നാൻഖട്ട ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3/4 ഗ്ലാസ് മൈദ, 1/4 ഗ്ലാസ് ബേസൻ, 1/2 ഗ്ലാസ് പൗഡർഡ് ഷുഗർ, 4-5 ബദാം പൊടിച്ചത്, 4-5 cardamom പൊടിച്ചത്, 5 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു പാത്രത്തിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കുക. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിന്നിവിടെ 2 ടൈപ്പാണ് കാണിക്കുന്നത്. അതായത് ഓവനിൽ വെച്ചിട്ടും ഓവനിൽ വെക്കാണ്ടും നമുക്ക് നാൻഖട്ട ഉണ്ടാക്കാം. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്, അലുമിനിയം ട്രേ ആണ്. അതിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാച്ച്മെൻറ്റ് പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഗീ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ നാൻഖട്ട അതിനകത്ത് വെച്ചിട്ട് ഒരു 375 അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 375 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമുക്ക് കുറച്ച് നേരം ബേക്ക് ചെയ്ത്. ഞാൻ നമ്മുടെ അലുമിനിയം ട്രേയിൽ ഒരു 11 നാൻഖട്ട ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാം. അപ്പോൾ ഞാനിതിന് മുകളിൽ കുറച്ച് ബദാം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊരു വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാണാനൊരു ഭംഗിയായിരിക്കും, അത്രേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെച്ചതാണ്. ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്യാം. അതായത് ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ആ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു 8 നാൻഖട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ഗ്ലാസ് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ചൂടാക്കുക. ഉപ്പ് ചൂടായതിന് ശേഷം നമ്മുടെ നാൻഖട്ട ഇതിനകത്ത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കുക്കറിൻ്റെ ലിഡിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. എന്നിട്ട് വെയിറ്റും വെക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ പറയും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ കുക്കറിൽ 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്ത നാൻ ഖട്ട എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഖട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.